വില്ലി എന്ന ചോക്ലേറ്റ് ഫാക്ടറി ഓണർ അദ്ദേഹം ഉണ്ടാക്കുന്ന ചോക്ലേറ്റിൽ 5 ചോക്ലേറ്റിൽ ഗോൾഡൻ ടിക്കറ്റ് വെക്കുന്നുണ്ട്. ഈ 5 ടിക്കറ്റ് കണ്ടുപിടിക്കുന്ന 5 കുട്ടികൾക്ക് വലിയ സമ്മാനം കൊടുക്കുമെന്നും മാത്രമല്ല ഇതുവരെ ആരും കാണാത്ത എൻ്റെ ചോക്ലേറ്റ് ഫാക്ടറി ചുറ്റിക്കാണിക്കുമെന്ന് ഒരു പരസ്യം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അയാൾ എല്ലാ രാജ്യത്തേക്കും ചോക്ലേറ്റ് കയറ്റി ഇറക്കുന്നുണ്ട്. അങ്ങനെ മീഡിയാസൊക്കെ മുഖേന എല്ലാവരും ഇത് അറിയുകയും ഇയാളുടെ ചോക്ലേറ്റിൻ്റെ സെയിൽ വളരെയധികം കൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഗുണ്ട് പയ്യനാണ് ഇത് കിട്ടുന്നത്. അവൻ വാങ്ങിയ ചോക്ലേറ്റിൽ ഈ ഗോൾഡൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത് കിട്ടുന്നത് ഒരു പെൺകുട്ടിക്കാണ്. അവൾക്ക് വെറുതെ കിട്ടിയതല്ല, ഇവൾ വളരെയധികം റിച്ച് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവളുടെ അച്ഛൻ വളരെയധികം റിച്ച് ആയതുകൊണ്ട് തന്നെ ഉള്ള ചോക്ലേറ്റുകൾ ഒരുപാട് ഇയാൾ വാങ്ങിച്ചിട്ട് ഒരുപാട് എംപ്ലോയീസിനെ വെച്ചിട്ട് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് വിൻ ചെയ്ത് വന്നത്. മൂന്നാമത് സ്പോർട്സിലൊക്കെ വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയ ഒരു പെൺകുട്ടിക്കാണ് ഇത് ലഭിക്കുന്നത്. അവൾ ഓവറായിട്ട് ബിൽഡപ്പൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഒരുപാടൊക്കെ ചെയ്യാനായിട്ട് ജനിച്ച ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നാലാമത് കിട്ടുന്നത് ഒരു പയ്യൻ. അവൻ പറയുന്നുണ്ട്, ഞാൻ വളരെയധികം ജീനിയസാണ്, കുറേ കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ടാണ് എനിക്കിത് കിട്ടിയത്, മാത്രമല്ല ഞാൻ ഈ ചോക്ലേറ്റ് ഒട്ടും കഴിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് എൻ്റെ കാൽക്കുലേഷൻ മുഖേനയാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഇനി അഞ്ചാമത് ടിക്കറ്റിന് വേണ്ടിയിട്ട് ലോകം വിളിക്കുന്ന എല്ലാ ആളുകളും ചോക്ലേറ്റ് ഒരുപാട് വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ചാർലി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യൻ റോഡിൽ നടന്നു വരുമ്പോൾ അവനൊരു 10 രൂപ കിട്ടുകയാണ്. ഈ 10 രൂപ എടുത്തിട്ട് അവൻ അടുത്തുള്ളൊരു ചോക്ലേറ്റ് ഫാക്ടറി പോയിട്ട് അവിടെ നിന്ന് ഒരു 10 രൂപയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് അവന് ഗോൾഡൻ ടിക്കറ്റ് ലഭിക്കുകയാണ്. അങ്ങനെ അവൻ വളരെയധികം ഹാപ്പിനെസ് ആവുന്നുണ്ട്. ഇത് ചുറ്റും നിന്നിരുന്ന 2 പേര് വന്നിട്ട് ഇവനെ ക്യാൻവാസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കടയുടെ ഓണർ പറയുന്നുണ്ട്, നീ ഇതുകൊണ്ട് ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് ഓടിക്കോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് നിൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും തട്ടിപ്പറിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് അവൻ്റെ മുത്തശ്ശനെ ഇത് കാണിക്കുകയാണ്. ഇത് കാണുമ്പോൾ അവൻ്റെ മുത്തശ്ശനും വളരെയധികം സന്തോഷമാവുകയാണ്. അതിനുശേഷം അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എല്ലാവരും വായിക്കുകയാണ്. അതായത് ഈ കുട്ടികളുടെ കൂടെ ഒരാൾക്ക് കൂടി അവിടേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. തിരിച്ചു പോകുന്ന എല്ലാ കുട്ടികൾക്കും ഒരു വണ്ടി നിറച്ചും ചോക്ലേറ്റ് കൊടുക്കും. മാത്രമല്ല ഈ 5 കുട്ടികളെ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് അവർ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഗിഫ്റ്റും കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ മുത്തശ്ശൻ പറയാണ്, ഇവൻ്റെ കൂടെ ഞാൻ തന്നെയായിരിക്കും പോകുന്നതെന്നും പറയുന്നു. അങ്ങനെ ഈ 5 കുട്ടികളും അവരുടെ കൂടെയുള്ള ഒരാളും കൂടി ഈ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ആ ഫാക്ടറി ഓണർ വില്ലി വന്നിട്ട് ഇവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇവരാരും തന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം. അവിടെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടും ചോക്ലേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. കാണുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുകയാണ്. ആ ഗുണ്ട് പയ്യൻ പോയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എപ്പിടുന്ന് വലിച്ച് തിന്നുകയാണ്. ഇപ്പോൾ അവിടെ വർക്കേഴ്സിനെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ആളുകളാണ് അവിടെ നിൽക്കുന്നത്. ഇവരൊക്കെ ആരാണ് എന്ന് ആ പണക്കാരി പെണ്ണുണ്ടല്ലോ അവൾ ആ വില്ലിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവരെയൊക്കെ എനിക്കൊരു കാട്ടിൽ നിന്ന് കിട്ടിയതാണ്, ഇവർ നല്ല വർക്കേഴ്സാണ്, നന്നായിട്ട് പണിയെടുക്കുമെന്നും പറയുന്നുണ്ട്. ഇതേ സമയം ആ ഗുണ്ട് പയ്യൻ ചോക്ലേറ്റ് തിന്നൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ റിവർ പോലെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതിലേക്ക് പോയി കുടിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവൻ അതിനുള്ളിലേക്ക് വീഴുകയാണ്. ഇപ്പോൾ ആ സമയം തന്നെ ഒരു ട്യൂബ് ആ റിവറിനുള്ളിലേക്ക് വന്നിട്ട് അത് ഫുള്ളാ വലിച്ചെടുക്കുന്നുണ്ട്. ഈ പയ്യനും അതിനുള്ളിലേക്ക് കയറി പോവുകയാണ്. ഇപ്പോൾ അവൻ്റെ അമ്മ ഓടി വന്നിട്ട് അവനെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വില്ലി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മനുഷ്യനോട് പറയുകയാണ്, അവനെ രക്ഷപ്പെടുത്താനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് ഉള്ള ആളുകളെ എല്ലാം കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ഒരു ബോട്ടിൽ കയറിയിട്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇവിടെയുള്ള ഒരു സാധനങ്ങൾ തൊടാനോ കഴിക്കാനോ ഒന്നും പാടില്ല എന്നും അവൻ പറയുന്നുണ്ട്. എന്നാൽ സ്പോർട്സിലുള്ള പെൺകുട്ടിയില്ലേ, അവൾ അവിടെ നിന്നൊരു ബബിൾക്കം എടുത്ത് കഴിക്കുകയാണ്. അതിനുശേഷം അവളുടെ ശരീരം ഫുള്ള് നീല കളറിലാവുകയും അവളുടെ ശരീരം ഒരു ബലൂൺ പോലെ വളരുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് അവളുടെ അമ്മ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട് അവളോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ മനുഷ്യനെ വിളിച്ചിട്ട് അവളെ രക്ഷിക്കാനായിട്ട് പറയുകയും ചെയ്യുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള ആളുകളെ എല്ലാം കൂട്ടിയിട്ട് അവൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെയാണെങ്കിൽ കുറേ അണ്ണാൻ നിന്നിട്ട് കുറേ നട്ട്സൊക്കെ തിരിച്ച് നോക്കുകയാണ്. നല്ല നട്ട്സ് അവർ വേറെ മാറ്റിയിടുന്നുണ്ട്, പന്ന നട്ട്സ് ഇങ്ങനെ മാറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ പണക്കാരി പെണ്ണിലെ അവൾ അവിടെ അച്ഛനോട് പറയുന്നുണ്ട്, ഇതിലൊരു അണ്ണനെ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് അവളുടെ അച്ഛനും പറയുന്നുണ്ട്. അപ്പോൾ ആ വില്ലി പറയുകയാണ്, ഇവിടെയുള്ള അണ്ണാനെയൊന്നും ഞങ്ങൾ വിൽക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് ഉടനത്തിനെ വേണമെന്ന് പറഞ്ഞ് അവൾ അതിനുള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഈ അണ്ണാനെല്ലാം വന്നിട്ട് അവളെ അവിടെ തട്ടിയിട്ടിട്ട് അവിടെ കാലും കൈയൊക്കെ ബലമായിട്ട് പിടിച്ച് അതിലൊരു അണ്ണാൻ അവളെ നോക്കുന്നു. ഇവൾ ബാഡായിട്ടുള്ള നട്ട്സാണെന്ന് പറഞ്ഞിട്ട് അവളെ തട്ടിക്കളയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് അവളെ കൊണ്ടിട്ട് ആ സ്ഥലത്തേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു അണ്ണാൻ പുറകിലൂടെ വന്ന് അയാളെയും തള്ളി അതിനുള്ളിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പം വില്ലി ബാക്കിയുള്ള ആളുകളെ എല്ലാം കൂട്ടിയിട്ട് വ്യത്യസ്തമായ ഒരു ലിഫ്റ്റിലൂടെ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടി വി മൂലം അവരുടെ ചോക്ലേറ്റ് ടെലിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ബുദ്ധിശാലിയായിട്ടൊരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അവൻ ഇതൊന്നും വിശ്വസിക്കാതെ അതിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ചെറിയൊരു മനുഷ്യനായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഇത് കണ്ട് അവൻ്റെ അച്ഛൻ വില്ലിയോട് പറയുന്നുണ്ട്, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ഉടനെ വില്ലി അവിടെ ഉണ്ടായിരുന്ന കുള്ളന്മാരോട് അവനെ രക്ഷിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ രക്ഷിച്ചിട്ട് അവൻ്റെ അച്ഛൻ്റെ കൂടെ അവനെ പുറത്തേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം നമ്മളുടെ ചാർലി മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പം വില്യം വന്ന് അവനോട് പറയുന്നുണ്ട്, ബാക്കിയുള്ള കുട്ടികളെല്ലാം മണ്ടത്തരം കാണിച്ച് ഇതിൽ നിന്ന് ഔട്ടായി, അവസാനം വന്ന നീ മാത്രമാണ്, അതുകൊണ്ട് എൻ്റെ വലിയ സമ്മാനം നിനക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ആ ലിഫ്റ്റിൽ ഒരു വട്ടം ഞെക്കിയാണ്. ഇപ്പോൾ ആ ലിഫ്റ്റ്
നേരെ ചാർലിയുടെ വീട്ടിലേക്കാണ് ആ ലിഫ്റ്റ് പോയി നിൽക്കുന്നത്. അങ്ങനെ അവിടെ വീട്ടിലെത്തിയപ്പം വില്യം പറയുകയാണ്, എൻ്റെ ആ വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ആ ചോക്ലേറ്റ് ഫാക്ടറി തന്നെയാണ്, അത് ഞാൻ നിനക്കായിട്ട് തരാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ കൂടി അവൻ പറയുകയാണ്. കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ നീ നിൻ്റെ ഫാമിലിയെ പിരിഞ്ഞിട്ട് വേണം അവിടേക്ക് വരാനായിട്ട് എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ചാർലി പറയുകയാണ്, എനിക്ക് നിങ്ങൾ എത്ര വലിയ സമ്മാനം തരുമെന്ന് പറഞ്ഞാലും എൻ്റെ ഫാമിലി ഞാൻ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനുകൊണ്ട് എന്താണ് നമ്മുടെ വില്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ഒരുപാട് കാശ് കൊടുത്ത് ആ ചാർലിയുടെ ഫാമിലിയെ തന്നെ വാങ്ങിച്ചിട്ട് ആ കുടുംബത്തോടെ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഉള്ളിൽ വെക്കുകയാണ്. ഇതുമൂലം നമ്മുടെ ചാർലിയുടെ കഷ്ടതകളെല്ലാം മാറുകയും അവൻ്റെ ഫാമിലിയുടെ കൂടെ അവനവിടെ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുകയാണ്.